ഞാൻ പറയുന്ന വീഡിയോയിൽ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ വായിച്ച ബുക്കിലുള്ളതും ഹഠയോഗ പ്രദീപികയിൽ എഴുതി വെച്ചിരിക്കുന്നതും തെറ്റായിരിക്കും. അല്ലേ? അതല്ലേ സത്യം. സിദ്ധം പത്മം തഥാ സിംഹം ഭദ്രം ചേതി ചതുഷ്ടയം ശ്രേഷ്ഠം തത്രാഭിജേ സുഖേ തിഷ്ഠേത് സിദ്ധാസനേ സധി. എന്ന് വെച്ചാൽ ഇത് ഹഠയോഗ പ്രദീപികയിലെ ഒരു ശ്ലോകമാണ്. സിദ്ധാസനത്തിനെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകം. എന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധം പത്മം സിംഹം ഭദ്രം എന്നീ 4 ശ്രേഷ്ഠ ആസനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായത് സിദ്ധാസനം എന്ന് പറയുന്ന ഒരു 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 ശ്ലോകം ഹഠയോഗ പ്രദീപികയിൽ. ഞാനിപ്പോൾ ഈ ഒരു ശ്ലോകം ഇവിടെ പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇടുന്നത് എൻ്റെ ഭാവനയിൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളല്ല നിങ്ങൾക്ക് ഇട്ട് തരണത്. മനസ്സിലായോ? ഞാൻ ഈ എടുത്ത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇത് മഹർഷിമാർ എഴുതിയതും പല 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 മഹാത്മാക്കൾ എഴുതിയതായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ബുക്ക് റെഫർ ചെയ്ത്, കാര്യം ബുക്കിൽ നിന്നാണ് ഈ അറിവുകളെല്ലാം നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മളാരും ജനിക്കുമ്പം അറിവായിട്ട് ജനിക്കുന്ന ആൾക്കാരല്ല. നമുക്ക് എല്ലാവർക്കും ബുക്കിൽ നിന്നാണ് അറിവുകൾ കിട്ടുന്നത്. ഞാൻ ഇങ്ങനെ ബുക്ക് റെഫർ ചെയ്താണ് നിങ്ങൾക്ക് ടോപ്പിക്സ് ഓരോ കണ്ടന്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഈ വീഡിയോ വഴി. അപ്പോൾ ഇന്ന് എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഇടുന്ന വീഡിയോസിൽ കുറേ ഫാൾട്ടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ ശരി ആയിക്കോട്ടെ, കാര്യം ഫാൾട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ബുക്കിൽ എഴുതിയിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഫാൾട്ടായിരിക്കും അല്ലേ? ഹഠയോഗ പ്രദീപികയിലെ അവർ എഴുതി വെച്ച ശ്ലോകങ്ങളുടെ കുഴപ്പമായിരിക്കും അല്ലേ? ഞാൻ ശ്ലോകം സാധാരണ ഞാൻ പറയാറില്ല, ഞാൻ വീഡിയോസ് അല്ലാതെ അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. മനസ്സിലായോ? അപ്പം ഞാൻ പറയുന്ന വീഡിയോയിൽ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ വായിച്ച ബുക്കിലുള്ളതും ഹഠയോഗ പ്രദീപികയിൽ എഴുതി വെച്ചിരിക്കുന്നതും തെറ്റായിരിക്കും. അല്ലേ? അതല്ലേ സത്യം. എനിക്കത് ഞാൻ ആ ഒരു പറയണമെന്ന് വിചാരിച്ച കാര്യം, നിങ്ങൾക്ക് ഞാൻ തരുന്ന വീഡിയോസ്, ഞാൻ ഇതിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്, ഓക്കെ, ആ വീഡിയോസ് ഞാൻ ബുക്ക് റെഫർ ചെയ്ത് ഇടുന്നതാണ്. അല്ലാതെ എൻ്റെ സ്വന്തം അനുഭവത്തിൽ അല്ലെങ്കിൽ ഞാൻ സ്വന്തം അതിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസും കൂടെ ചേർത്താണ് ഞാൻ ഇടുന്നത് വീഡിയോസ്. ഓക്കെ, അല്ലാതെ ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി ഇടുന്ന സംവിധാനങ്ങളല്ല. ഇത് പല പല മഹാത്മാക്കൾ എഴുതി വെച്ച സംഭവങ്ങൾ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് ശ്ലോകമുണ്ട്. സിദ്ധാസനത്തിനെ കുറിച്ച് തന്നെ സിദ്ധാസനം എങ്ങനെ ഇരിക്കേണ്ടത് എങ്ങനെയാണ് അത് ഹഠയോഗ പ്രദീപികയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹഠയോഗയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ സിദ്ധാസനത്തിന്റെ മാഹാത്മ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കാണാതെ അറിയത്തില്ല. ഞാൻ വായിക്കുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഞാൻ അത് വായിച്ചത് പറഞ്ഞു തരാണ് നിങ്ങൾക്ക്. അത് ഈ ഹഠയോഗ പ്രദീപികയിലെ ഈ ഒരു ശ്ലോകങ്ങൾ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഇല്ലേ? അതിന്റെ തത്വം നമ്മൾ എടുത്താൽ പോരെ. അതൊരു ഭാഷയാണ്, സംസ്കൃത സാൻസ്ക്രിറ്റിൽ എഴുതിയിരിക്കണം. അതിന്റെ തത്വം മാത്രം നമ്മൾ എടുത്താൽ മതി, അല്ലേ? അല്ല അത് നമ്മൾ കാണാപ്പാഠം പഠിച്ച് നിങ്ങൾക്ക് എന്നാലും നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ. ഇത് ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. കാര്യം ഒരാൾ എന്നെ വിളിച്ചിട്ട് കുറച്ച് തർക്കം ഉണ്ടായി, ചെറിയൊരു രീതിയിൽ തർക്കം ഉണ്ടായി. പുള്ളിക്കാരൻ ഫോൺ വെച്ചിട്ട് പോയി. ഓക്കെ, ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് പഠിപ്പിച്ച് തന്നതാണ്. ഞാൻ ബുക്ക് റെഫർ ചെയ്തിട്ടാണ്. ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം പോസ്റ്റ് ചെയ്യേണ്ടത്. ഇത് നോക്കി തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അത് സർവാംഗാസനത്തിൻ്റെ കാര്യമായിരുന്ന മറ്റേ വിപരീതകരണി സർവാംഗാസനത്തിൻ്റെ സംഭവങ്ങൾ എടുത്ത് നോക്കിയാലും ശരി, അതിൽ പല ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പല ഇടങ്ങളിലും ആളുകൾക്ക് ഈ സർവാംഗാസനത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ സർവാംഗാസനത്തിൽ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ വിപരീതകരണിയിലോട്ടാണ് അവർ പോകുന്നത്. കാര്യം അവർക്ക് ഈ ബട്ടക്സ് ബെൻഡ് ചെയ്തേ അവർ നിൽക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അത് ഒരു ചെറുതായിട്ട് അതിലൊരു വേരിയേഷൻ, ഒരു ആസനത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ആസനമാവേണം. ചെയ്തെന്ന് പറഞ്ഞ് തെറ്റൊന്നുമല്ല, നല്ലതേ. ചിലർക്ക് സർവാംഗാസനം പറ്റത്തില്ല, വിപരീതകരണം ചെയ്യും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം, അത് വിപരീതകരണിയാണ്, അത് സർവാംഗാസനം അല്ലാതെ. ഓക്കെ, വിപരീതകരണിയെ പറ്റുന്നുള്ള വിപരീത. അപ്പൊ ഇതൊക്കെ ഞാൻ ഇന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതൊരു ചെറിയൊരു തർക്കത്തിന് കാരണമായി. വലിയ തർക്കമൊന്നുമല്ല, ചെറിയൊരു ഇത്. പുള്ളി അത് പിന്നെ അത് പോവുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ അതിനെക്കുറിച്ച് ഇന്നൊരു വീഡിയോ. കാര്യം ഞാൻ ഇടുന്നത് എന്നെ സംബന്ധിച്ച് ശരിയാണ്. കാര്യം ഞാൻ എൻ്റെ സ്വന്തം ഇതല്ല ഇടുന്നത്.
ഞാൻ ബുക്കുകളിൽ റെഫർ ചെയ്ത ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഹഠയോഗ പ്രദീപികയിൽ എഴുതി വെച്ചിരിക്കുന്ന ശ്ലോകങ്ങളെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായി? ഓരോ ആസനാസ് ആയിരുന്നാലും ഓരോ ആസനാസ് എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയായിരുന്നാലും അതെല്ലാം ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ട്. എല്ലാം തികഞ്ഞ ഒരാളല്ല, നമ്മൾ ആരുമല്ല. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇന്നിപ്പം ഈ ഒരു വീഡിയോ എനിക്ക് അങ്ങനെ ഒരു മനസ്സിനൊരു സംവിധാനം തോന്നിയുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ശരി, നമസ്തേ.